പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 111ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുടെ ദേവദാസദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം ചെയ്യാൻ നമ്മുടെ അരടീവിനെ കടന്നിട്ടുള്ളത് സിസ്റ്റർ റീജ സുയിത്താണ്. പ്രിയ സിസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സിസ്റ്റർ കടന്നു വന്നിട്ട് ജർമ്മനിയിൽ നിന്നുമാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ സിസ്റ്ററെ ആരാധനയായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പോൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവമക്കളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവടിയന്റെ ജീവിതത്തിൽ ചെയ്ത ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം ചെയ്യുന്ന ഡെന്നീസ് ബദനെയും സിസ്റ്റിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ ദൈവം അധികമായി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരിലൂടെ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവദാസന്മാരെ ദൈവമക്കളെ എല്ലാം ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇത് യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്കും ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പല ടൈം സോണിലാണ് ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ഞാനിവിടെ എനിക്ക് വൈകുന്നേരമാണ്, അവിടെ രാത്രിയാണ്. അപ്പോൾ ഏത് സമയത്തും ഒരുപോലെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് സാധിക്കും. നമുക്ക് സമയങ്ങളോ കാലങ്ങളോ ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഒരുപോലെ ദൈവത്തെ പാടി മോത്തപ്പെടുത്താം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാട്ടാണ്. പാസ്റ്റർ എം ടി ജോസ് എഴുതിയ ഒരു ഗാനമാണ്. കരുതുന്നവൻ ഞാനല്ലയോ എന്നുള്ളൊരു ഗാനമാണ് ഇന്ന് രാത്രികാലം ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം ഞാൻ അറിഞ്ഞത് ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാടകക്കാരൻ ഇറക്കി വിട്ട് റോഡിൽ നിൽക്കുമ്പോൾ ഒരു ദൈവദൂതനെ പോലെ ഒരു ആള് വന്ന് അവരുടെ വീട്ടിലേക്ക് അന്ന് രാത്രി കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ എഴുതിയ ഒരു ഗാനമാണ് അത്. എൻ്റെ ആ പശ്ചാത്തലം അറിഞ്ഞപ്പോഴാണ് ആ പാട്ടിന്റെ വരികളൊക്കെ ഞാൻ അപ്പൊ പാടി നോക്കിയപ്പോൾ എത്ര അത്ഭുതകരമായിട്ടാണ് അന്ന് രാത്രിയിൽ ആ ഗാനം ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തത്. ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പകൽക്കാലം നമുക്ക് പാട്ട് പാടി ദൈവത്തെ മോത്തപ്പെടുത്താം. സ്തോത്രം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ? കരുതുന്നവൻ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമീൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ
താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും ധരയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ വിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. കരുതുന്നവൻ യേശുവല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ആമീൻ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കണ്ണുനീരിന്റെ താഴ്വരയിലും കർത്താവ് ഒരു നാള് നമ്മളെ കൈവിടത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഏതെല്ലാം അവസ്ഥയിൽ കൂടെ, ഏതെല്ലാം പ്രതിസന്ധികൾ കൂടെ കടന്നു പോയാലും അവിടുന്ന് എല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. എന്നാ ചില കാലതാമസങ്ങളൊക്കെ ചില വിഷയത്തിനുമേൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാലും അതിലെല്ലാം ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ഹല്ലേലൂയ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന കർത്താവ് നമ്മളോട് പറഞ്ഞാൽ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദയ എത്ര വലുതാണ്, നമ്മളോടുള്ള കർത്താവിന്റെ കൃപ ഓരോ ദിവസവും നമ്മളോടുള്ള ദയ എത്ര വലുതാണ്. ഹല്ലേലൂയ. അതൊക്കെ ഓർത്താൽ നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കുവാൻ സാധിക്കും. ഈ ദിവസങ്ങൾ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയതെന്നുള്ളൊരു ഗാനം. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിങ്ങളെ വിട്ട് മാറത്തില്ല. ഹല്ലേലൂയ. സ്തോത്ര. നമുക്ക് പാട്ടുകൾ പാടാം. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയായി എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയായി എന്നെ വിട്ടുമാറുകില്ല. അമ്മ തന്നോദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയയോടെ വീണ്ടെടുത്തല്ലോ. അമ്മ തന്നോദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. അരയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോടു തുല്യനായ ആരുമില്ല. അരയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോടു തുല്യനായ ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീണം ചിന്തി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീണം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവും നടത്തിയിടുവാൻ
യേശുവേ നീ മാത്രം മതി എനിക്ക് നിത്യതയോളവും നടത്തിയിടുവാൻ. യേശുവേ നീ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസം നമ്മൾ പല ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ഭാരപ്പെട്ടു പ്രയാസപ്പെട്ടു. സിസ്റ്റർ ആണെങ്കിൽ മമ്മിയുടെ അസുഖങ്ങളിലൊക്കെ ആയിട്ട് ഓരോ കുടുംബം വളരെയേറെ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ നമ്മൾ പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയെന്നാലും മമ്മിക്ക് പരിപൂർണ സൗഖ്യത്തിന് വേണ്ടി ഇന്ന് പോൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് മമ്മിയെ കാണാത്ത കൊണ്ടൊരു വിഷമമുണ്ട്. ഇന്ന് മമ്മി അവിടെ ഇരിക്കുന്നതാണ്. മമ്മിയുടെ നമ്മൾ പാടുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ മമ്മിക്ക് പരിപൂർണ സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ആദി വേണ്ട, ആശ്വാസമേകാൻ തന്റെ കരങ്ങൾ കൂടെയുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ആദി പിടിച്ച് നടന്ന ഒരുപാട് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആദി പിടിക്കും. കർത്താവ് എന്തൊക്കെ പറഞ്ഞാന്ന് പറഞ്ഞാലും വചനം അറിയാം, എന്തായാലും നമുക്ക് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആ സിറ്റുവേഷനിലൊക്കെ നമുക്കറിയത്തില്ല. നമ്മൾ പലപ്പോഴും പലരും ആശ്വസിപ്പിക്കാനൊക്കെ വന്നാലും നമുക്കത് സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ അതൊക്കെ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് ആ സമയത്ത് ഒരുപാട് ആശ്വാസം തരും. കഴിഞ്ഞൊരു വർഷമാണെങ്കിലും ഞാൻ ഒരുപാട് പ്രതിസന്ധിയുടെ ഒക്കെ കടന്നു പോയപ്പോഴും ദൈവത്തിന്റെ വചനങ്ങളാണ് പലപ്പോഴും മനുഷ്യരുടെ പല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മാനസികമായി ഒരുപാട് വിഷമം. ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ തോന്നിപ്പിച്ച ഒരു കാര്യം പറയാനാണ്. എൻ്റെ ഒരു സാക്ഷ്യമാണത്. ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ, ഒരു വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം. ഞാൻ അവിടെ പോയത് തന്നെ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണ്. എന്ന് വെച്ചാൽ ഓരോ വർഷങ്ങളും എന്നെ ദൈവം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ ഞാൻ ഇനിയിപ്പോ ഓക്കെ ആയി, ഇനിയിപ്പോ ഒന്ന് റിലാക്സ് ആകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത പ്രതിസന്ധി വരും. അപ്പൊ ഒന്നിനെ ജയിച്ച് ഇങ്ങനെ കയറി ഇങ്ങനെ ഭയങ്കര ശക്തിയോടെ നിൽക്കുമ്പോൾ അടുത്തത്. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിയും തോറും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലൂടെ ഞാനിങ്ങനെ പക്ഷെ ഞാൻ ഡൗൺ ആകാതെ ദൈവം ഇങ്ങനെ ഓരോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2016 എനിക്ക് പ്രശ്നം, 2017 പ്രശ്നം, ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം കഴിഞ്ഞു കൊണ്ടിരുന്ന സമയത്ത് തന്നെ വീണ്ടും പെട്ടെന്ന് ഒരു പ്രശ്നം വരികയാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ പൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ എനിക്കറിയത്തില്ല മുന്നോട്ട് എൻ്റെ ഭാവി എന്താണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ആദി പിടിച്ചൊരു സമയമാണ്. അന്ന് വ്യാധിയായ വിധത്തിലാണ് എനിക്ക് രോഗങ്ങളും. അപ്പം എനിക്ക് ഇവിടെ നിൽക്കണോ പോണോ എന്നുള്ളൊരു എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഞാൻ ദിവസന്ധിയിലൊക്കെ ഇരുന്നു. പലരും അവിടുന്ന് പോയി, ഈ ഹോസ്പിറ്റലിൽ പോവായതുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ സാലറി ഒന്നുമില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ പോകുന്നു. അപ്പം ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിൽക്കണോ പോണോ? അപ്പം ഞാൻ ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വിഷയത്തിന് വേണ്ടിയിട്ട് അനേക ദൈവദാസന്മാർ വരികയും അവരൊക്കെ ദൂതൊക്കെ എന്നോട് പറയുകയും, എന്നാൽ വ്യക്തമായിട്ട് ഞാൻ നിൽക്കണോ, എന്താണ് എനിക്ക് മുന്നോട്ടൊരു ഭാവി, എനിക്ക് സാലറി ഇല്ല, ഞാൻ എങ്ങനെ ജീവിക്കും, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദിവസേനയിൽ ഒരു ദിവസം അന്ന് ഞാൻ ഇങ്ങനെ എനിക്ക് ഒരുപാട് വചനങ്ങളൊക്കെ ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. ഞാൻ വചനമൊക്കെ കയ്യിൽ എഴുതിയിട്ട് ഡ്യൂട്ടിക്ക് പോകും. ഇന്നലെ ഒരു വർഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, സാലറി ഇല്ലാതെ രാത്രി 1 മണിക്കൊക്കെ എനിക്ക് സാലറി കിട്ടിയ സമയമുണ്ട്. ജീവിതത്തിൽ ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? ഒരു ദിവസം രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരികയാണ്, കം ആൻഡ് കളക്ട് യുവർ സാലറി 3:30 AM. ഞാൻ അന്നേരം രാത്രിയിൽ എണ്ണീറ്റിട്ട് അന്നേരം വെളുപ്പിനെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് എന്ന് വെച്ചാൽ കിട്ടിയാലുള്ള ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ആ മാസത്തെ സാലറി പകുതിയേ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ എണ്ണീറ്റ് പോയി സാലറി വാങ്ങിച്ച സമയമുണ്ട്. അപ്പൊ ഞാൻ ദിവസത്തിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ദൈവം എനിക്കൊരു വചനം തന്നത്, രൂത്ത് മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ നിനക്ക് തരാമെന്നൊരു വാക്യം. ആ വാക്യം ഞാൻ ഇതുവരെ വായിച്ചിട്ടുണ്ടെങ്കിലും അത്രയും എനിക്കറിയത്തില്ല ആ വാക്യം എന്നോട്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കൊരു തീരുമാനം വേണം, എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും. ഞാൻ റിസൈൻ ഒക്കെ കൊടുത്തു. റിസൈൻ ലെറ്റർ അവിടെ ഒട്ടിച്ചു വെച്ചേക്കുക. എന്നെ എല്ലാവരും ഇങ്ങനെ പരിഹാസിയെ പോലെ ഞാൻ റിസൈൻ കൊടുത്തു. അപ്പം ഞാൻ അത് ഒട്ടിച്ചു വെച്ച് എല്ലാവരും ചെല്ലുമ്പോൾ കാണും ഓഫീസിൽ.
അപ്പൊ നീ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ സൗദി കളിയാക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു തീരുമാനം വേണം, അതിനുവേണ്ടി നീ കർത്താവെ അങ്ങ് ഒരു ദേവദാസിനെ ഒരുക്കണം, എനിക്ക് വ്യക്തമായ ഒരു ദൂത് വേണം ഇതിന്. അപ്പൊ ഞാൻ ഒത്തിരി ദേവദാസൻ, ഞങ്ങളുടെ സഭയിലെ ദേവദാസൻ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ വരുമ്പോ ദേവദാസന്മാരെ കൊണ്ടുപോയി പ്രാർത്ഥിക്കും, കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഇവൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇത് നിർത്താം. എൻ്റെ ഒരു വിടുതലിന്റെ സാക്ഷ്യമാണ്. ഈ വിശ്വാസത്തിന്റെ ആഴം ഇതിലൂടെ ഒരാൾക്കെങ്കിലും വർദ്ധിക്കുമെങ്കിൽ അത് ഏറ്റവും എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലെ തന്നെ ദേവദാസനെ നാട്ടിൽ നിന്ന് വരികയാണ്. ദേവദാസൻ ബെബിനോജ് പാസ്റ്ററാണ്, മക്കൾക്കൊക്കെ അറിയാം. പാസ്റ്റർ വരുമ്പോൾ ഈ പ്രശ്നം ഞാൻ ഇതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് പാസ്റ്റർ ഇരുന്നു. എന്നോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോകണ്ട, ഒരു 4 വർഷം നിനക്ക് ഇവിടെ നിൽക്കണം, ദൈവത്തിന്റെ ഹിതമാണ്, 4 വർഷം ഇവിടെ നിൽക്കണം. നിന്റെ നഷ്ടപ്പെട്ടു പോയ ഡോക്യുമെന്റുകളും സാലറിയും ഉൾപ്പെടെ നിനക്ക് ഫുള്ള് ഈ വർഷം തന്നെ ഒരു 4 മാസത്തിനുള്ളിൽ, അന്ന് ജൂണിലാണ്, ജൂൺ ജൂലൈ മാസത്തിലാണ്, 4 മാസത്തിനുള്ളിൽ നിനക്കിത് കിട്ടും. എന്നാൽ എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തുള്ളൂ, ഞങ്ങളെ നാട്ടിലും വിടത്തില്ല. ഞാൻ അന്ന് വിശ്വസിച്ച് ആ ദൂത് ഞാൻ അന്ന് അവിടെ ഏറ്റെടുത്തു. കറക്റ്റ് സെറ്റ് 4 മാസം കഴിഞ്ഞ ഉടനെ കോടതിയിൽ നിന്ന് വിധി വന്നു. ഈ സൗദി ഇനി പറ്റത്തില്ല, ഈ സൗദി ഇനി ഇവിടെ ആയിരിക്കത്തില്ല, പുതിയ ആളിനെ നിയമിച്ചിരിക്കുകയാണ്, 10 വർഷത്തേക്ക് ഇനി ഹോസ്പിറ്റലിലോട്ട് വരരുതെന്നുള്ളൊരു നിയമം വന്ന് അവരവിടുന്ന് പോയി. പുതിയ ഒരു സ്പോൺസർ അവിടെ വന്ന് അത് ഏറ്റെടുത്ത് പിന്നെ ഡോക്ടേഴ്സിനെ ഒക്കെ എടുത്ത് ഒരു റിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ ഒരു പുതിയതായി ദൈവം ചെയ്യുന്ന പോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മലയാളി എന്നെ വിളിച്ചിട്ട്, മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നാട്ടിൽ പോകാനുള്ള എല്ലാ സെറ്റിൽമെന്റും ഞാൻ തരികയാണ്, നിനക്ക് എന്തൊക്കെ സാലറി ആണോ കിട്ടാനുള്ളത് അതൊരു പേപ്പറെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ആ പേപ്പർ അങ്ങോട്ട് കൊടുക്കുന്നു. ഒന്നും നോക്കിയില്ല, എത്ര ആണെന്ന് കൂട്ടി നോക്കി, അന്നേരം തന്നെ എടുത്ത് കയ്യിൽ തന്നു. അപ്പൊ എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ പറഞ്ഞു പിന്നീട് ബാങ്കിൽ ഇട്ട് തരാമെന്ന്. പക്ഷെ എന്നോടൊന്ന് പറഞ്ഞു, എന്റെ കയ്യില് നീ പോവേണ്ട കാര്യമില്ല, നീ എന്തിനാ നിൽക്കുന്നത്, അന്ന് എന്റെ സാലറിയും കൂട്ടി എനിക്ക് ടിക്കറ്റും എടുത്ത് ഈ 1 വർഷത്തെ സാലറി മൊത്തം എന്റെ കൈ തന്ന് എന്നെ നാട്ടിലേക്ക് വിടുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് അത് ഞാൻ അന്ന് വിശ്വസിച്ചു. അത് എന്റെ ജീവിതത്തിൽ അതന്ന് വലിയൊരു തുടക്കം, ഒരു പുതിയതായ ഒരു ചെയ്യുന്ന പോലെയാണ്. അന്ന് ആ കറക്റ്റ് 4 വർഷം ഞാൻ അവിടെ നിന്ന്, കറക്റ്റ് 2024 ഞാൻ അവിടുന്ന് പോരുന്നത്. കറക്റ്റ് 4 വർഷം, 2023 ലാസ്റ്റ് വരെ അവിടെ നിന്നു. 2024 ഫസ്റ്റിൽ തന്നെയാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര! ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് കരയല്ല, എൻ്റെ സന്തോഷം കൊണ്ട് ഒരുപാട്, ഇതാരാണ് എഴുതിയതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ, പിൻപിലുണ്ട് തൻ വഴികൾ, സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനായി സ്നേഹിപ്പാൻ ക്ഷേമിപ്പാൻ സൗഖ്യം നൽകിടുവാം. ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം.
ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനായി സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ, എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. എത്ര ധന്യമേ ഈ ലോക ജീവിതം. എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം സമയം പാടുവാൻ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് കൂടെ എന്നതിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം ഇതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്ന, ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ കൈവിടാത്ത നല്ലൊരു കർത്താവ് കൂടെയുള്ളതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം. നമ്മുടെ യേശു എന്നും നല്ലവനാണ്. ഇന്നലെയും ഇന്നും എന്നും എന്നും നല്ലവനായിട്ടുള്ള നമ്മുടെ ദൈവം ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഹല്ലേലൂയ, ഏതൊക്കെ ഭാരങ്ങൾ വന്നാലും നമ്മുടെ കൂടെ നിന്ന് സാരമില്ലെന്ന് ഓതിടും. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് സമയത്തും ഒരുപോലെ ഹല്ലേലൂയ നമുക്കിരിക്കാം. ഹല്ലേലൂയ, പാദപീഠത്തിരുന്ന് നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ ദൈവികമായ ആശ്വാസം. ഹല്ലേലൂയ, അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. ഹല്ലേലൂയ, അസാധ്യമെന്ന് പറഞ്ഞ പല സാധ്യതകളും, ഹല്ലേലൂയ, അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവം സാധ്യമാക്കി തരും. ഹല്ലേലൂയ, ഒരുപാട് സാക്ഷ്യങ്ങൾ ഇനിയും ഉണ്ട് പറയാന്. ഹല്ലേലൂയ, ദൈവം നടത്തിയ വഴികൾ, അസാധ്യങ്ങളെ സാധ്യം, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ ദൈവം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു. അതൊന്നും എന്റെ കഴിവ് എന്റെ മിടുക്കൊന്നുമല്ല. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ഇതുപോലെ നിൽക്കുവാനൊരു അവസ്ഥ നിങ്ങളോടൊക്കെ പറയുവാൻ ദൈവം ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ എനിക്ക് തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് കാലം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഒരുപാട് സാക്ഷ്യങ്ങൾ ഇനിയും അവസരം ലഭിക്കുവാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പറയാം. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ ഒരു ദിവസം കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ, കേൾക്കുന്ന പാട്ടുകളെല്ലാം അനേകരുടെ ജീവിതത്തിലെ ദിവസങ്ങൾ വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ
യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്യേ നല്ലവൻ. ഹല്ലേലൂയ, സ്തോത്രം. എത്രത്തോളം സമയം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ, ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, എത്രത്തോളം സമയം. ഹല്ലേലൂയ, എനിക്ക് പാടുവാനുള്ള അവസരങ്ങളെ തന്ന പ്രിയ സിസ്റ്ററിനോടുള്ള പ്രത്യേക നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഹല്ലേലൂയ, തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, വീണ്ടും നമുക്ക് ശുശ്രൂഷയ്ക്ക് വചന ശുശ്രൂഷയ്ക്കായി കടന്നു പോകാം. ദേവദാസനിലൂടെ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ശുശ്രൂഷയിൽ നിന്ന്